അവിടുന്ന് സഖാഫി ബിരുദം എടുത്തു ഒരാൾ. അതല്ലെങ്കിൽ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ ദർസിൽ ഹയ്യാഉസ്സുന്നയിൽ പഠിച്ചു, വർഷങ്ങളൊക്കെ പഠിച്ചു. അവിടുന്ന് ഹസനെ ബിരുദം എടുത്തു. എന്നിട്ട് അവൻ AP ഉസ്താദിനെയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെയും അതുപോലത്തെ ഉസ്താദുമാരൊക്കെ തള്ളി പറഞ്ഞ ഹംക്ക്, ആ ഹംക്കിനെ പറ്റി പിന്നെ എന്ത് പറയാൻ പാടുണ്ടോ? ഹസനെന്നോ സഖാഫിനോ പറയാൻ പാടില്ല, അത് ഹറാമാണ് പറയാൻ. ഇതാ ഞാൻ പറയും. ഇന്നിപ്പോ അങ്ങനെ നടക്കുക. അവൻ സഖാഫിയാണ്, അവന്റെ കാര്യമായ ജോലി AP ഉസ്താദിനെ കുറിച്ച് പറയാം, ചീത്ത പറയാം. അവൻ ഹസനെയാണ്, അവന്റെ ഡ്യൂട്ടി തന്നെ സുലൈമാൻ ഉസ്താദിന്റെ കുറ്റം പറയാം. ഇങ്ങനത്തെ ഹംക്ക്, പച്ച ഹംക്ക്, ഇവൻ എങ്ങനെയാണ് ഹസനാകുക? അതല്ലെങ്കിൽ അവൻ എങ്ങനെ സഖാഫിയാകുക? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് വലിയൊരു സംഗതിയാണ്. 100% സത്യമായ കാര്യമാണ് ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന പൊന്മുള ഉസ്താദ് ഇവിടെ പറഞ്ഞത്. നാണമുണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇത്രയും കോളേജുകളിൽ നിന്നും സനതെടുത്തു വന്നിട്ട് ആ ആലിമീങ്ങളെ കുറിച്ച് സാവിയത്തു സൂഫിയ എന്ന് സൂഫിയാക്കളുടെ സംഗമം എന്ന് പേരും ഇട്ടിട്ട് ആലിമീങ്ങളെ കുറ്റം പറയും. എന്നിട്ട് പറയും ഞങ്ങൾ മടവൂരിന്റെ ആളുകളാണെന്ന്. ഇതാണോ മടവൂർ ഷേഖ് മഹാനായ ഖുതുബുൽ ആലം തങ്ങൾ പഠിപ്പിച്ചത്? റഈസ് സാഹിദീൻ ഖുതുബുൽ ആലം CM വലിയുല്ലാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഏറെ ബഹുമാനിക്കുന്ന മഹാനായ ഷേഖുന CM വലിയുല്ലാഹി തങ്ങളുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ആ മഹാനുഭാവനെ ഇഷ്ടപ്പെടാത്ത കാര്യം സ്റ്റേജിൽ കയറിയിട്ട് ആലിമീങ്ങളെ കുറ്റം പറയാ. ഇതൊക്കെ എന്ത് മൊയിലേരാടോ? ഈ തലകെട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് അഹ്സനി എന്നുള്ള പേര് അത് മാറ്റിയിട്ട് അഹ്സൻ എന്ന പേരിനേക്കാളും ഏറ്റവും യോജിച്ചത് അക്ബർ, ഏറ്റവും മോശമായവൻ എന്ന പേര് തന്നെയാണ്, അത് തന്നെയാണ് ഇടേണ്ടതും. എന്നാൽ വേറെ ഒരുത്തനുണ്ടല്ലോ, ഒരു സഖാഫി ബിരുദം എടുത്തുകൊണ്ട് ആലിമീങ്ങളെ AP ഉസ്താദിനെയും പോലെയുള്ള പടുകൂട്ടൻ ആലിമീങ്ങളെ കുറിച്ച് പറയാൻ മാത്രമായി സ്റ്റേജ് കിട്ടിയിട്ട് അതിന് സാവിയത്തു സൂഫിയ എന്ന് പേരിടുകയും അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഒരു മുടിയനായ പുത്രനെയും നിങ്ങൾ മുമ്പിലേക്ക് വെച്ചു നീട്ടുന്നുണ്ട്. എന്ത് ത്വരീക്കത്താണോ നിങ്ങളുടേത്? ഇതാണോ കൃത്യമായിട്ട് എന്ത് എവിടെ ഏത് ആദർശ സമ്മേളനമെന്ന് പോസ്റ്റർ ഇട്ടുകൊണ്ട് നിങ്ങൾ ഒരു മജ്‌ലിസ് ഒരുക്കിയാലും പ്രധാനമായും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം ആലിമീങ്ങളെ കുറ്റം പറയലാണ്. ഇതാണോ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ? ഇതാണോ മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചത്? ഇതാണോ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നടന്ന വഴി? അതുകൊണ്ട് തന്നെ ആ ഹസനി എന്നും സഖാഫി എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് വല്ല ജാമൂസ് എന്നുള്ള പേര് നിന്റെ പേരിന്റെ ബാക്കിലേക്ക് കൂട്ടലാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് സാധാരണക്കാരായ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിനെ പേടിയുണ്ടെങ്കിൽ, മഹാനായ CM വലിയുല്ലാഹി തങ്ങളെ ഇഷ്ക് വെക്കുന്നുണ്ടെങ്കിൽ ഈ ആലിമീങ്ങളൊക്കെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണോ?